കേരളത്തിലെ മറ്റെല്ലാ നാഗരാജ ക്ഷേത്രങ്ങളിലും കന്നിമാസത്തിലെ ആയില്യം പ്രാധാന്യത്തോടെ കൊണ്ടാടുമ്പോൾ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ മാത്രം തുലാമാസത്തെ ആയില്യമാണ് പ്രാധാന്യത്തോടെ കൊണ്ടാടുന്നത്. മണ്ണാറശാല ആയില്യം എന്നാണ് ഈ ഉത്സവം ലോകമെമ്പാടും അറിയപ്പെടുന്നത്. തുലാം മാസത്തിലെ ആയില്യം മണ്ണാറശാലയിൽ എങ്ങനെ പ്രാമുഖ്യം നേടി എന്നതിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. കന്നിമാസത്തിലെ ആയില്യം നാളിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ഒരു വർഷം മഹാരാജാവിന് പതിവ് പോലെ കന്നിമാസത്തിലെ ആയില്യം നാളിൽ ഈ ക്ഷേത്രത്തിൽ എത്താൻ കഴിയാതെ വന്നു. ആ വർഷത്തെ പ്രധാന ഉത്സവം മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം തുലാം മാസത്തിലെ ആയില്യം നാളിലേക്ക് മാറ്റിവെക്കേണ്ടതായി വന്നു. ആ ഉത്സവത്തിൻ്റെ സർവ്വ ചെലവുകളും വഹിച്ചത് കൊട്ടാരത്തിൽ നിന്നായിരുന്നു. ആ വർഷം മുതൽ തുലാം മാസത്തിലെ ആയില്യം മണ്ണാറശാലയിലെ പ്രധാന ഉത്സവ ദിനമായി മാറി.